എല്ലാവർക്കും വന്ദനം. സന്തോഷത്തിൻ്റെ ഒരു പ്രഭാതമായി ഈ പ്രഭാതം നിങ്ങൾക്ക് തീരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും നിങ്ങൾ ജയം കാണട്ടെ. നിങ്ങൾ തൊടുന്നതെല്ലാം അത്ഭുതങ്ങളായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. മഴക്കാലമാണല്ലോ. ഈ മഴയുള്ള ബന്ധത്തിൽ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. മഴ കഴിഞ്ഞാൽ കുടയെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഭാരം തന്നെയാണ്. വേനൽക്കാലത്ത് ആരെങ്കിലും കുട കൊണ്ട് നടക്കുമോ? കാരണം അത് അവർക്കൊരു ശല്യമാണ്. കുട മറന്നുപോകും. മഴയത്ത് കുട ഭയങ്കര, കുട നിവർത്ത്, കുട ചൂട്, ആ കുടയുടെ കീഴെ ഓടിക്കയറാൻ ആള്, ഒത്തിരി തിരക്ക്. മഴ കഴിഞ്ഞാൽ പിന്നെ കുടയെ ആർക്കും വേണ്ട. കുട കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലും പലർക്കും ബുദ്ധിമുട്ടാണ്. ഇതുപോലെയാണ് ഒരു വിഷയം വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എത്ര ഉത്സാഹവും, പ്രാർത്ഥന, കൂട്ടായ്മ, ഉപവാസ പ്രാർത്ഥന, ബൈബിൾ വായന, ദൈവവചന ധ്യാനം എന്ന് വേണ്ട ഒത്തിരി പരിപാടിയാണ്. എന്നാൽ ഈ പേമാരി പെയ്ത്ത് നിൽക്കും. ഈ പേമാരി, മഹാമാരി, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ട് നിന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടായ്മ എല്ലാവർക്കും ഒരു മടിയാണ്. ഒരു കൂട്ടായ്മയിൽ നേരത്തെ വന്നിരുന്നവർ, വൈകിപ്പോയവർ, ജീവിതത്തിൽ പേമാരി പെയ്ത്ത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ലേറ്റാകാൻ തുടങ്ങി. പിന്നെ ഒരു കൂട്ടായ്മ ഒരു ഭാരം പോലെയായി. ഇന്നിപ്പോൾ ആദ്യകാലത്തെ സന്തോഷമില്ല. കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു ആനന്ദമുണ്ട്, അതിപ്പോൾ അനുഭവിക്കുന്നില്ല. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2 പറയുന്നത്, എഫെസോസ് സഭയോട് പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം പോയി. നിനക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. നീ ഇപ്പോൾ കമ്മിറ്റിയിലുണ്ട്, നീ ഇപ്പോൾ ചർച്ച് പണിയുടെ കമ്മിറ്റിയിലുണ്ട്, നീ ചർച്ചിലെ പല ആക്ടിവിറ്റീസിലുമുണ്ട്, നിനക്കിപ്പോൾ പല കൃപാവരങ്ങളുമുണ്ട്. എന്നാൽ പലപ്പോഴും നീ ആരംഭകാലത്ത് അനുഭവിച്ചിരുന്ന ആ ഒരു സന്തോഷം നിനക്ക് ഇല്ല. ഈ കൊട ചുമക്കൽ നിനക്കൊരു ഭാരമായി തോന്നുന്നു. കൂട്ടായ്മ ഒരു ഭാരം, കുടുംബ പ്രാർത്ഥന ഒരു ഭാരം, വ്യക്തിപരമായ പ്രാർത്ഥന ഭാരം. എന്തിന്? നിന്നെ നീയാക്കി മാറ്റിയ ബൈബിൾ പോലും നിനക്കിപ്പോൾ ഭാരമാണ്. അത് കൊണ്ടുവന്ന് നടക്കാൻ ഇന്ന് ചർച്ചുകളിൽ പലരും ബൈബിളും പോലും കൊണ്ടുവരുന്നില്ല. കാരണം ബൈബിൾ, നിന്റെ ജീവിതത്തിൽ നിന്നെ ചുമന്ന ബൈബിൾ ഇപ്പോൾ നിനക്ക് ചുമക്കാൻ കഴിയുന്നില്ല എന്നത് കർത്താവ് ഒരു കുറ്റമായിട്ട് കാണുന്നില്ലേ? അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ പരാജയമല്ലേ? ഒരു ബൈബിൾ എന്തോരം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി. ഇപ്പോൾ ബൈബിൾ മൊബൈലിലുള്ളത് കൊണ്ട് അത്യാവശ്യം മൊബൈലിൽ നോക്കും. ബൈബിൾ കൊണ്ടുവരുന്ന എത്ര, ബൈബിൾ പിടിച്ച് നടക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടായി പലർക്കും മാറി. പ്രിയമുള്ളവരെ, പേമാരി നിന്നാലും കൊട മറക്കരുത്. പേമാരി എപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും അത് നമുക്കൊരു അനുഗ്രഹമാണ്. വെയിലും മഴയും ഒക്കെയും ദൈവം അനുവദിച്ചതാണ്. ഇതിൻ്റെ നടുവിൽ ഒരു കുട പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മ വേണം. ഒരു കുട പോലെ നമ്മെ പൊതിഞ്ഞു നിർത്തുന്ന പ്രാർത്ഥന വേണം, ദൈവിക ബന്ധം വേണം, ദൈവ സാന്നിധ്യം വേണം. ഈ സത്യങ്ങൾ ആരും വിസ്മരിച്ച് കളയരുത്. ഇന്നു മുതൽ, ഈ വർഷത്തിൻ്റെ 2ാം പകുതി മുതൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ കൂട്ടായ്മയിൽ വൈകില്ല. എയർപോർട്ടിൽ വൈകിയാൽ എൻ്റെ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടാലും സാരമില്ല. 2ാമത് എനിക്ക് ഫ്ലൈറ്റിന് വേണമെങ്കിൽ പോകാം. എന്നാൽ എൻ്റെ കൂട്ടായ്മയിൽ ഞാൻ മുടങ്ങില്ല. അത്രയും വിലപ്പെട്ടതാണ് എനിക്ക് സഭായോഗങ്ങൾ, ഇടയോഗങ്ങൾ, എൻ്റെ പ്രാർത്ഥനകൾ. അതിന് 1ാം സ്ഥാനം കൊടുക്കാൻ തുടങ്ങാമോ? ആദിയിൽ ദൈവമായാൽ എല്ലാം നല്ലത് എന്ന് പിന്നീട് പറയാൻ ഇടയാകും. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം. ആ വാക്ക് കഴിഞ്ഞാൽ പിന്നീട് നല്ലത്, 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 ഏറ്റവും നല്ലത്. 7ാം ദിവസം സ്വസ്ഥത. ഇങ്ങനെയാണ് 1-ാം അധ്യായം. ഇതുപോലത്തെ ഒരു അധ്യായം
നിന്റെ ലൈഫിൽ കർത്താവ് തരട്ടെ. നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 33 കഴിഞ്ഞ ദിവസം വായിച്ചത്. ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ചോദ്യമാണ്. ദൈവം നീതീകരിച്ചെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ, ദൈവം തിരഞ്ഞെടുത്തവൻ്റെ മെക്കിട്ട് കയറി നീ എന്തിനാ നടക്കുന്നേ? അതാണ് അതിൻ്റെ അർത്ഥം. മൂലഭാഷയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലർ മൂലഭാഷയിൽ അങ്ങനെയല്ലെന്നൊക്കെ എന്നോട് ഇടക്ക് പറയും. നിങ്ങൾ മൂലഭാഷയെ നോക്കിക്കൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. മൂലഭാഷയുടെ അർത്ഥങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ അത് വ്യാഖ്യാനിക്കലല്ല നമ്മുടെ ജോലി. നമുക്ക് നമ്മുടെ ഭാഷയിലുള്ള ബൈബിളിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആഴമേറിയ വ്യാഖ്യാന പഠനമോ തിയോളജിയോ ഒന്നുമല്ല. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ കുറച്ച് കാര്യങ്ങളല്ലേ നമുക്ക് ഈ റോമാലേഖനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ റോമാലേഖനം ഒത്തിരി വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, പഠനങ്ങൾ. ഇത് ഇത്രയും ലളിതമായിട്ട് ആദ്യമായിട്ടാണ്. അതെ, ലളിതമാണ്, എല്ലാവർക്കും ഇത് മനസ്സിലാകും. റോമാലേഖനം നിങ്ങൾ ഓരോ ദിവസത്തെയും വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇത്രയും ലളിതമായിരുന്നു. ഇതാരോ പഠിപ്പിച്ച് ഇതാർക്കും മനസ്സിലാകാൻ കഴിയാത്ത പൊതിയാ തേങ്ങയായിട്ട് മാറി. കുരങ്ങന് പൊതിക്കാത്ത തേങ്ങ കിട്ടിയതുപോലെ റോമാലേഖനം ഒന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാ. എന്ത് എളുപ്പമാ, എത്ര ലളിതമാണ്. ഇതാ അടുത്ത വാക്യം, 34-ാം വാക്യം. ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നവൻ ക്രിസ്തുവേശു ആരാണ്? മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ഈ റോമാലേഖനം പൗലോസ് എഴുതിയത് ജ്ഞാനികൾക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും മനസ്സിലാകാനാണ്. എനിക്ക് മനസ്സിലാകാത്തത്, ഈ റോമാലേഖനത്തിൻ്റെ വ്യാഖ്യാന പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്നത് പോലും മനസ്സിലാകില്ല. അതുപോലത്തെ ആഴമേറിയ ഗഹനമായ പഠനങ്ങൾ പലരും നടത്തി ഒത്തിരി പേരുടെ തലയിൽ റോമാലേഖനത്തിൻ്റെ അർത്ഥങ്ങൾ കയറാതെ അവരെല്ലാം ഈ പുസ്തകമേ കളഞ്ഞു. എത്ര ലളിതമാണ്. ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി ഇടതടവില്ലാതെ മധ്യസ്ഥതയണയ്ക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും, നമുക്കും ദൈവത്തിനും ഇടയിൽ ഇരുന്നു കൊണ്ട് 2000 വർഷമായിട്ട് കർത്താവ് വിശ്രമമില്ലാതെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇത് എൻ്റെ രക്തത്തിൻ്റെ വകയാണ്, ഇവന് മറുപടി കൊടുക്കണേ, എൻ്റെ മോൾക്ക് ആ മറുപടി കൊടുക്കണേ. പിതാവിനോട് റെക്കമെൻഡ് ചെയ്യുന്നു. പിതാവിന് മാറാൻ കഴിയില്ല. കാരണം യേശുവാണ് ചോദിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ദാസരൂപം എടുത്തു ക്രൂശോളം അനുസരണമുള്ളവനായി ദൈവത്താൽ പ്രമോഷൻ കിട്ടി എല്ലാ നാമത്തിലും മീതെ നാമമുള്ളവനായി ആ ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ പിതാവിനെ പുത്രൻ്റെ മധ്യസ്ഥതയിൽ നോ പറയാൻ കഴിയില്ല. പുത്രൻ റെക്കമെൻഡ് ചെയ്താൽ പിതാവ് ചെയ്തിരിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകി തരും. ഉറപ്പാ, എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും മറുപടിയാ. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ എന്നോട് അപേക്ഷിച്ചിട്ടില്ലേ? അപേക്ഷിപ്പേൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാക്യങ്ങളെല്ലാം സുവിശേഷത്തിൽ കിടക്കുന്ന വാക്കുകളാണ്. ഞാനിതിൻ്റെ റെഫറൻസുകളൊന്നും പറയാറില്ല, ഇതെല്ലാം ബൈബിളിൽ കിടപ്പുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് മറുപടിയുണ്ട്. ഒരു വാടക വീട്ടിൽ കിടക്കുന്നതും സ്വന്തം വീട്ടിൽ കിടക്കുന്നതും രണ്ടാണ്. ഒന്നുമില്ലാത്ത വ്യക്തിക്ക് ഒരു വാടക വീട് കിട്ടുമ്പോൾ, കുറഞ്ഞ വാടകയിൽ ഒരു വീട് കിട്ടുമ്പോൾ സന്തോഷമാണ്. എന്നാൽ സന്തോഷം പൂർണ്ണമാകുന്നത് സ്വന്തം വീട്ടിലോട്ട് മാറുമ്പോഴാണ്. ജപ്തിയോ കടമോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു വീട്ടിൽ പാർക്കുന്നു.
ആരോഗ്യത്തോടെ ഒരു വീട്ടിൽ പാർക്കുന്നു, നന്മകൾ കണ്ട് പാർക്കുന്നു. സന്തോഷം പൂർണ്ണമാകുവാൻ കർത്താവ് നമ്മെ വിളിച്ചു. അതായത് നമ്മൾ ഏറ്റവും അനുഗ്രഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും വെയിലും മഴയും അയക്കുന്ന കർത്താവ്, നല്ല കർത്താവ്. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മുടെ ശിക്ഷ അവൻ വഹിച്ചു. നമ്മുടെ സമാധാനത്തിന് വേണ്ടി അവൻ മുറിവേറ്റു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അതാണ് യെശയ്യാവ് 53:5 വായിക്കുമ്പോൾ, അവൻ നമ്മുടെ ആകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു. നാം അനുഭവിക്കേണ്ടത് മുഴുവൻ യേശു അനുഭവിച്ചിട്ട് നമ്മെ അതിൽ നിന്ന് വിടുവിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം തന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ എല്ലാ പാപത്തെയും ഞാൻ മായ്ച്ചു കളയും. നിങ്ങളുടെ പാപം കടും ചുവപ്പായാൽ ഹിമം പോലെ വെളുപ്പിക്കും, പഞ്ഞി പോലെയാക്കും. നമുക്ക് തമ്മിൽ വാദിക്കാം. യെശയ്യാവ് 1 പറയുന്നത് അതാണ്. 53 അത് ചെയ്തു കാണിച്ചു. അതാണ് നമ്മുടെ കർത്താവ്. 54 പറയുന്നു, ഇനി നിങ്ങളുടെ കൂടാരത്തെ വിശാലമാക്കിക്കൊള്ളുക. 60 പറയുന്നു, എഴുന്നേറ്റ് ഇനി നിങ്ങൾ പ്രകാശിക്കുക, നിങ്ങളുടെ മേൽ ദൈവം ഉദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കർത്താവ് നമ്മുടെ പിതാവായി മാറി, നമ്മുടെ അപ്പനായി മാറി. ഇന്ന് ദൈവം വെറും ദൈവം മാത്രമല്ല, നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം പിതാവായിട്ട് മാറി. യേശു ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ചു എന്നുള്ളതല്ല വിഷയം, അതെല്ലാവരും മരിക്കാം. എന്നാൽ പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. മരണത്തെ തൻ്റെ മരണം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. ശാപത്തെ യേശു ചുമന്ന് ക്യാൻസൽ ചെയ്തു. അടിപ്പിണരുകളാൽ മുറിവുകൾ സൗഖ്യമായി, രോഗങ്ങൾ സൗഖ്യമായി, പാപങ്ങൾ രക്തത്താൽ കഴുകൽപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജയമുണ്ട്. അപ്പോൾ ഉയർപ്പിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പാപത്തിന്മേൽ ജയം, മരണത്തിന്മേൽ ജയം, ശത്രുവിന്മേൽ ജയം, പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. അതാണ് ഉയർപ്പ്. നമ്മൾ ഉയർത്തെഴുന്നേറ്റു, പുതിയ വ്യക്തിയായിട്ട് ജീവിക്കുന്നു. യേശു ഉയർത്തെങ്കിൽ എൻ്റെയും ജീവിതം ഒരു പുതിയ ജീവിതമാണ്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നു. പഴയതിലല്ല ജീവിക്കുന്നത്. മദ്യപിക്കാൻ തോന്നുന്നില്ല, കഴിയുന്നില്ല. പാപം ചെയ്യാൻ തോന്നുന്നില്ല, കഴിയുന്നില്ല. ആരെല്ലാം പ്രേരിപ്പിച്ചാലും എത്ര നിർബന്ധിച്ചാലും എനിക്ക് കഴിയുന്നില്ല. മദ്യം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ പുലിയുടെ മുമ്പിൽ പുല്ല് കൊണ്ടുവരുന്നത് പോലെയാണ്. പുലിയോട് പറയണം, പുല്ല് തിന്നെ നല്ലതാണ്, ഒന്ന് തിന്നു നോക്ക്. സിംഹത്തോട് പറയണം, വൈക്കോല് തിന്നെ. നീ ആരാണ്? നീ സിംഹമാ, നീ പുലിയാ. ആളൊരു പുലിയാ. പുതിയ സൃഷ്ടിയാണ്, പുതിയ ഘടനയാണ്, പുതിയ ജീവിത രീതിയാണ്. പഴയ പാപമൊന്നും ചെയ്യാൻ കഴിയില്ല. പുതിയ ഘടനയാണ്, പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അറിയണം, നാം കർത്താവിൻ്റെ വിലപ്പെട്ട മക്കളാണ്. ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. പുതുതായി വീണ്ടും ജനിച്ച നിനക്ക് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പിതാവ്. ആ പിതാവിൻ്റെ ഓമന പുത്രൻ, ആ പുത്രൻ മുഖാന്തരം അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്, ആ രക്ഷിക്കപ്പെട്ടവരെ കാക്കുവാൻ ദൂതന്മാരുടെ സൈന്യം. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ എവിടെ തോൽക്കുമെന്നാണ് പറയുന്നത്? എവിടെ പരാജയപ്പെടുമെന്നാണ്? പരാജയങ്ങളെ നിങ്ങൾ പരാജയപ്പെടുത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട എല്ലാവരും ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാ പ്രശ്നങ്ങളെ ചാടിക്കടക്കട്ടെ, എല്ലാ പ്രതിബന്ധങ്ങളെ കീഴടക്കട്ടെ. സാത്താന് വേഗത്തിൽ ഇവരുടെ കാലിൻ്റെ കീഴെ അങ്ങ് മെതിക്കുമല്ലോ. ഇന്ന് നേരിടുന്ന എല്ലാ വിഷയത്തെയും അതിജീവിക്കുന്ന ദൈവശക്തിയാൽ എല്ലാവരും നിറയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ, ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധൈര്യപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്
ചോദിച്ചതിലും നനച്ചിലും അധികം റിസൾട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. മരണത്തെ ജയിച്ചവനേ, അങ്ങേ